നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് വരുന്നൊരു ഘട്ടത്തിനെ കുറിച്ചാണ്. മെനോപോസ്, അതായത് ആർത്തവ വിരാമം. മെനോപോസ് വരുമ്പോൾ പല സ്ത്രീകളിലും ഭയം, ആശങ്ക അല്ലെങ്കിൽ ഒരു ചെറിയ പേടി ഉണ്ടാവാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇതുണ്ടാവുന്നത് മെയിൻലി അവരിൽ നോർമലായിട്ടുള്ളൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതിൻ്റെ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്കിന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് മെനോപോസ്? മെനോപോസ് എന്നുള്ളത് ഒരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ്. അത് എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ ഒരു 45 മുതൽ 55 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വരുന്നൊരവസ്ഥയാണ്. അതെന്ന് പറയുന്നത് സ്ഥിരമായി നമ്മുടെ പീരീഡ്സ്, അതായത് മാസവരി നിന്നു പോകുന്ന ഒരവസ്ഥയാണ് മെനോപോസ് എന്ന് പറയപ്പെടുന്നത്. 12 മാസം തുടർച്ചയായി നമ്മുടെ മാസവരി അല്ലെങ്കിൽ പീരീഡ്സ് ആവാതിരുന്നാൽ നമുക്ക് അത് മെനോപോസ് ആയി അല്ലെങ്കിൽ മെനോപോസ് വന്നു എന്നുള്ളൊരിത് സ്ഥിരീകരിക്കാം. മെനോപോസ് എന്ന് പറയുമ്പോൾ അതിന് 3 സ്റ്റേജസ് ഉണ്ട്. അതായത് മെനോപോസ് വരുന്നതിന് മുൻപായിട്ടും മെനോപോസ് വന്നതിന് ശേഷമായിട്ടും. ആദ്യത്തേതെന്ന് പറയുന്നത് പെരി മെനോപോസ് ആണ്. അതായത് ഒരു ട്രാൻസിഷൻ ഫേസ്, മെനോപോസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് പെരി മെനോപോസ്. ആ ഒരു സ്റ്റേജിൽ നമ്മുടെ പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആകാൻ തുടങ്ങുകയും നമുക്ക് മൂഡ് ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ മൂഡ് ഇറിറ്റേഷൻ പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നതാണ് മെനോപോസ്, അതായത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ പീരീഡ്സ് അങ്ങ് നിൽക്കും. പിന്നെ നമ്മുടെ ഹോർമോണൽ ലെവൽസ്, അതായത് നമ്മുടെ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇതിൻ്റെയൊക്കെ ലെവൽസൊക്കെ നമ്മുടെ താഴ്ന്നു വരും, അതായത് ഡിക്രീസ് ആവും. പിന്നെ വരുന്നതാണ് പോസ്റ്റ് മെനോപോസ്. പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്നത് മെനോപോസിന് ശേഷം വരുന്നൊരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജ് അധികം റിസ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സിംറ്റംസ് ഒക്കെ കുറയുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ അത് വേറെ പല ഹെൽത്ത് റിസ്ക്സ് ആയ ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവൽസ് കുറയുന്നത് തന്നെയാണ്. പിന്നെ വരുന്നതാണ് മെനോപോസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. പല പല സ്ത്രീകളിലും വേറെ വേറെ സിംറ്റംസ് ആയിരിക്കും കാണപ്പെടുന്നത്. എല്ലാവരിലും ഒരേ സിംറ്റംസ് കാണണമെന്നില്ല. മെയിൻലി കാണപ്പെടുന്നതെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ നൈറ്റ് സ്വെറ്റ്സ്, നമുക്ക് ഉള്ളിൽ നിന്നും ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ രാത്രി സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വിയർക്കുക, അതേപോലെ നമ്മുടെ മൂഡ് ഇറിറ്റബിലിറ്റി ആവുക, സ്ലീപ്പ്, ഉറക്കം നഷ്ടപ്പെടുക, ഉറക്കത്തിന് ഡിസ്റ്റർബൻസസ് ഉണ്ടാവുക, വെയിറ്റ് പെട്ടെന്ന് കൂടുക, പിന്നെ ജോയിൻറ്റ് പെയിൻ, നമ്മുടെ കാലുകളിലേക്ക് ജോയിൻറ്റിന് പെയിൻ ഉണ്ടാകുക, അതേപോലെ തന്നെ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാകുക, പിന്നെ മെമ്മറി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് വരിക. ഇന്നതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് മെനോപോസ് ആകുന്ന സ്ത്രീകളിൽ കാണപ്പെടുന്ന സിംറ്റംസ്. എന്താണ് മെനോപോസിൻ്റെ കാരണങ്ങൾ? മെനോപോസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറലി ബയോളജിക്കൽ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നാച്ചുറലി നമ്മുടെ ഫീമെയിൽ ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ നമുക്ക് ബോഡിയിൽ കുറയുന്ന ഒരവസ്ഥയാണ് മെനോപോസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കാരണവും. പിന്നീട് വരുന്ന കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സർജിക്കലി നമ്മൾ ഓവറീസ് റിമൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ഈസ്ട്രോജൻ ലെവൽസ് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് മെനോപോസ് വന്നെന്ന് ഇരിക്കാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് വരാറ്? മെനോപോസ് എന്ന് പറയുന്നതിന് ഒരു ട്രീറ്റ്മെൻറ്റോ മെഡിക്കേഷനോ ഒന്നുമില്ലാതെ ഒരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സിംറ്റംസ്, അത് മൂലം വരുന്ന സിംറ്റംസിന് സിവിയാരിറ്റി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് മെഡിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള മാനേജ്മെൻറ്റ് നമ്മൾ നോക്കേണ്ടതാണ്. മെനോപോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പല ചേഞ്ചസും നമുക്ക് വരുത്തേണ്ടി വരും. പിന്നെ എക്സസൈസും സ്ട്രെസ് മാനേജ്മെൻറ്റും. കാരണം നമ്മുടെ കോർട്ടിസോൾ ലെവൽസ് ഒക്കെ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈസ്ട്രോജൻ ലെവൽസ് ഡ്രോപ്പ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് വേണം, അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി നല്ല രീതിയിൽ വേണം. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും. അതായത് ഈസ്ട്രോജൻ ലെവൽസ് കുറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് റിപ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള തെറാപ്പീസ് വേണ്ടി വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ മേജർ ഒരു കീ റോൾ എന്ന് പറയുന്നത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. എന്താണ് ഡയറ്റിൻ്റെ ഒരു റോള് മെനോപോസിൻ്റെ സിംറ്റംസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട്? അത് നോക്കാം. മെയിൻലി നമുക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്താൽ എന്തൊക്കെ ബെറ്റർമെൻറ്റ്സ് വരുമെന്ന് നോക്കാം. ഫസ്റ്റ്ലി കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് മേജർലി കാണപ്പെടാറുണ്ട് മെനോപോസൽ വുമനിൽ. അപ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങുന്ന ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോൺ ലോസ് പ്രിവെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പാല് അല്ലെങ്കിൽ തൈര്, റാഗി, സീസം സീഡ്സ്, അതായത് എള്ളിൻ്റെ സീഡ്സ് ഇതുപോലെയുള്ളവ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യം മുതലായവ ലഭിക്കുന്നതാണ്.
പിന്നീട് വരുന്നതാണ് ഫൈറ്റോ ഈസ്ട്രോജൻസ്. ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഈസ്ട്രോജൻസിനെ മിമിക് ചെയ്യുന്ന, അതായത് ഈസ്ട്രോജൻ പോലെ ആക്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനോപോസൽ സിംറ്റം ആയിട്ടുള്ള ഹോട്ട് ഫ്ലഷസ്, അതായത് ഉള്ളിൽ നിന്ന് ചൂട് വരുന്ന പോലെയുള്ള കണ്ടീഷൻസും അതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് സോയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സോയയുടെ തന്നെ പ്രോഡക്റ്റ് ടോഫു, പിന്നെ ഫ്ലാക്സ് സീഡ്സ് പോലെയുള്ള നമുക്ക് സീഡ്സ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് ഈ ഫൈറ്റോ ഈസ്ട്രോജൻസ് കിട്ടുന്നത്. പിന്നെ വരുന്നതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് മെനോപോസലായിട്ടുള്ള സ്ത്രീകളുടെ ഡയറ്റിലേക്ക്. പ്രോട്ടീനിൻ്റെ സോഴ്സസ് എന്ന് പറയുമ്പോൾ പൾസസ്, അതായത് പയർവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, മുട്ട, മീൻ മുതലായവയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പ്രോപ്പർ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ് ആണ്, അതായത് omega-3, omega-6 പോലെയുള്ള ഫാറ്റി ആസിഡ്സ്. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായാലും നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനൊക്കെ ആയാലും നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് omega-3 അടങ്ങിയിട്ടുള്ള മീനുകളിൽ നിന്നാണ്. അടുത്തത് നമ്മുടെ ബി വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് പലരിലും കാണപ്പെടാറുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ബി വൈറ്റമിൻസും ഈ ഒരു മെനോപോസൽ പീരീഡിൽ നമുക്ക് ഡയറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മുതലായവയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യണം. അതായത് പൾസസ്, ഹോൾ സീരിയൽസ് പോലെയുള്ളവ, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സീരിയൽസ് എല്ലാം നമുക്ക് ഭക്ഷണത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ മൂഡ് റെഗുലേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഫെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം പഞ്ചസാര അല്ലെങ്കിൽ അധികം ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇവയൊക്കെ നമ്മുടെ മെനോപോസിൻ്റെ സിംറ്റത്തിനെ കൂടുതൽ മോശമാക്കാനായിട്ട് കാരണമാകും. പിന്നീട് പല സ്റ്റഡീസിലും കാണപ്പെടുന്നതാണ് ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്നുള്ള ടേം. ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും തന്നെ കിട്ടുന്ന ഒരു കമ്പൗണ്ട്, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പൗണ്ട്. അതിന് കൂടുതൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂട്രീഷൻ ഉണ്ടാകും നമ്മുടെ നോർമൽ ഒരു ഫുഡിനെക്കാളും. ന്യൂട്രസ്യൂട്ടിക്കൽസിൽ വരുന്നത് തന്നെയാണ് ഐസോഫ്ലേവോൺസ്, അതായത് സോയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ റെഡ് ക്ലോവർ പോലെയുള്ള ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇവയൊക്കെ നമ്മുടെ ഹോട്ട് ഫ്ലാഷസ് അതുപോലെ തന്നെ നമ്മുടെ മൂഡ് ഇറിറ്റബിലിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വരുന്നതാണ് ലിഗ്നൻസ്, അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് പോലെയുള്ള സീഡ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതും നമ്മുടെ ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ നമ്മുടെ അതിൽ നല്ല രീതിക്ക് മേജർലി ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറാക്കി വെക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് അശ്വഗന്ധ. അതൊരു അഡാപ്റ്റോജൻ ആണ്. അത് നമ്മുടെ കോർട്ടിസോൾ ലെവൽസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, കോർട്ടിസോൾ മീൻസ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുമൂലം തന്നെ നമ്മുടെ ആങ്സൈറ്റി, സ്ട്രെസ്സ് പോലെയുള്ള കണ്ടീഷൻസൊക്കെ വളരെയധികം കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ബ്ലാക്ക് കൊഹോഷ് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ടാണ്. അതും നമ്മുടെ ഇതേപോലെ തന്നെ മൂഡ് ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ഫ്ലഷസ് പോലെയുള്ള കണ്ടീഷൻസിനെ വളരെയധികം നല്ലൊരു ലെവലിൽ തന്നെ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ മെനോപോസൽ സിംറ്റത്തിനെ വളരെയധികം മാനേജ് ചെയ്യുന്ന 2 ആൻറ്റി ഓക്സിഡൻസ് ആണ് റെസ്വെറാട്രോൾ ആൻഡ് കർക്യൂമിൻ. റെസ്വെറാട്രോൾ എന്ന് പറയുമ്പോൾ അത് ഗ്രേപ്സ്, ബെറീസ്, വൈൻ, പീനട്സ് പോലെയുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ വാസ്കുലർ ഹെൽത്തിനെയും കോഗ്നിറ്റീവ് ഫങ്ഷനെയും ഒക്കെ ബെറ്റർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നീട് വരുന്നതാണ് കർക്യൂമിൻ, അതായത് അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുമൂലം തന്നെ അത് ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ മുതലായവയൊക്കെ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് മേജർലി കിട്ടുന്നത് ടെർമറിക്, അതായത് മഞ്ഞളിൽ നിന്നാണ്. അപ്പോൾ സ്ത്രീകളിൽ മെനോപോസ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു വളരെയധികം കൺസേൺ ആവേണ്ട ഒരു കണ്ടീഷനേ അല്ല. അതൊരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്ക് മാനേജ് ചെയ്യേണ്ടത് അതിൻ്റെ സിംറ്റത്തിനെയാണ്. അതൊരു ഡിസീസ് കണ്ടീഷൻ അല്ല. അതിന് മെഡിക്കേഷൻസ് വേണമെന്ന് ചോദിച്ചാൽ മേ ബി ചിലർക്കും എസ്ട്രോജൻ ലെവൽസ് ഒക്കെ വളരെയധികം കുറവാണ്, ബേസ് ലെവലിൽ തന്നെ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് മെഡിക്കേഷൻസ് വേണ്ടി വരും. സോ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിക്കൊണ്ടും അതേപോലെ തന്നെ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കൊണ്ടുവന്നും സ്ട്രെസ് മാനേജ് ചെയ്തും അതേപോലെ തന്നെ നല്ലൊരു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെനോപോസൽ പീരീഡ് സ്ത്രീകളിൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.